സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരം സെൻ്ററാണിത്. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ? രണ്ട് സൈഡുകളും ക്ലിയറായിട്ട് റോഡിൻ്റെ ഒരു മഹത്വം ഇവിടെയാണ് ശരിക്കും തെളിയണത്. ആളുകൾ കറക്റ്റായിട്ട് ഡ്രൈവിങ് ചെയ്ത് പോകണമെന്നല്ല, നമ്മളെ കാഴ്ചകൾ, വൈകുന്നേരത്തെ കാഴ്ചകളൊന്ന് കാണാൻ ഇറങ്ങണം. നിങ്ങൾ തീർച്ചയായിട്ടും കാഞ്ഞിരപ്പുഴ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിറക്കൽപ്പടിയിൽ നിന്നും യാത്ര തുടരണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഡ്രൈവിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. അത് നമുക്ക് ഒരുപാട് മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ ആ റോഡിൽ നമുക്ക് കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡ്രൈവിങ് ശ്രദ്ധിച്ച് പോകണമെന്ന് മാത്രം. റോഡിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവാതിരിക്കുക, എന്തൊക്കെ വരും, എന്തൊക്കെ വരാതിരിക്കുക, ആരൊക്കെ കാണും, ആര് നമ്മളെ കാണും, നമ്മളാരൊക്കെ കാണും, അതൊക്കെ നമ്മൾ ഇതിൽ നോട്ട് ചെയ്യാണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റോഡിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവ് സേഫായിട്ട് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്തതിൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ബൈക്ക് ഓടിക്കുന്ന കൂട്ടുകാരോട് ഞാൻ പറയേണ്ട ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഭയങ്കര സ്പീഡിലാവും പോകുന്നുണ്ടാവുക. അവർ ട്രാഫിക് റൂൾസ് കറക്റ്റായിട്ട് പോകുന്നില്ല എന്നല്ല, പക്ഷേ ഈ ഒന്നാമത് ജോലി കഴിഞ്ഞിട്ടൊക്കെ വൈകുന്നേരത്ത് പോകുമ്പോൾ നിങ്ങൾ ഈ വൈകുന്നേരത്ത് പാസ് ചെയ്യുമ്പോൾ ഈ പട്ടികളും നായ്ക്കളൊക്കെ ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. നിങ്ങൾക്ക് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വീട് വിട്ടാൽ ജോലി, ജോലി വിട്ടാൽ വീട്, അങ്ങനെയുള്ള ചിന്തയിലായിരിക്കും ബൈക്കുകാർ അധികം പോവുക. പിന്നെ ഇതേപോലെ പട്ടികളും നായ്ക്കളൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വണ്ടിക്കാർ ചിലപ്പോൾ ഹൈ ബീം ലൈറ്റ് ഇട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയില്ല, നിങ്ങൾ അതിൻ്റെ അടിയിൽ പോയി പെടും. അങ്ങനെ നിങ്ങൾക്ക് ജീവനെ അപകടത്തിൽ വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈവിങ് നല്ല സുഖമായ റോഡ് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ റോഡിൻ്റെ റൂൾസുകൾ പാലിച്ച് പോകാനുള്ളതാണ്. ഇത്രയും ലൈൻ ട്രാഫിക്കും റൂൾസും സൈൻ ബോർഡുകളും എല്ലാം റോഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ റോഡിൻ്റെ മനോഹാരിത അനുഭവിച്ച് ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ സ്പീഡ് പോയിട്ട് വേറെ വാഹനങ്ങൾ ഇടിക്കാനും അപകടം ഉണ്ടാക്കാനും അങ്ങനെയല്ല റോഡ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് ഒരിക്കലും റോഡിലേക്ക് നിങ്ങൾ വാഹനം കൊണ്ട് വരരുത്. പിന്നെ കാറുകാരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഹൈ ബീം ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട്, ഹലോജൻ ബൾബിൻ്റെ ഹൈ ബീം ലൈറ്റ് ഇട്ട് നിങ്ങൾ ഒരിക്കലും റോഡിലേക്ക് വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വരുന്ന വണ്ടിക്കാർക്ക് ഇത് ഏതാണ് വാഹനം എന്ന് പോലും തിരിച്ചറിയില്ല. അപ്പോൾ നിങ്ങൾ ഡിമ്മ് ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് റോഡിൻ്റെ കാഴ്ചയല്ലേ കാണേണ്ടത്, അല്ല നിങ്ങളെ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനവും നിങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിം ലൈറ്റ് ഇട്ട് വരിക, ഒരു പരിധി വരെയുള്ള പ്രകാശം ഇട്ട് വരിക. അപ്പോഴാണ് നിങ്ങൾ വാഹന കാറാണ് എന്നത്, നിങ്ങളാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ മറ്റുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം കൂടി റോഡിൽ കാറുകാർ ചെയ്യേണ്ടതാണ്. പിന്നെ പട്ടികളെയും നായകളെയൊക്കെ നിങ്ങൾ റോഡിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടം ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഈ യാത്ര പോകുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഓരോ സൈൻ ബോർഡുകളുണ്ടാവും, ഡിസ്റ്റൻസ് വെച്ചിട്ട്, കിലോമീറ്റർ വെച്ചിട്ട്, മീറ്റർ വെച്ചിട്ട്. അപ്പം നിങ്ങളൊക്കെ അതും കൂടി പാലിച്ചിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ ഡ്രൈവറാണ്, അല്ലാതെ നിങ്ങളെ അധികാര പദവിയിലുള്ള ഒരു ആളായിട്ടോ ഉദ്യോഗസ്ഥനായിട്ടോ സാധാരണക്കാരനായിട്ടോ ആരും നിങ്ങളെ കാണില്ല. അത് നിങ്ങൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ റോഡിൻ്റെ മാനേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നാഷണൽ ഹൈവേയിലേക്ക്, പ്രധാന റോഡുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ രാത്രിയാണോ പകലാണോ എന്ന് കാര്യമാക്കണ്ട. നിങ്ങൾ നിർബന്ധമായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ അപകടം മാത്രമല്ല, ചുറ്റുപാടും നിൽക്കുന്ന വരുന്ന ആളുകളൊക്കെ ഇതിൽ പെടും. അപ്പോൾ വരുന്ന വാഹനം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് അവരെ തെറ്റായി കണക്ക് കൂട്ടില്ല, നിങ്ങളുടെ തെറ്റായിട്ട് മാത്രമേ കണക്ക് കൂട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നാഷണൽ ഹൈവേയിലേക്ക് കയറുമ്പോൾ, നാഷണൽ ഹൈവേ എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മൾ ഇട റോഡുകളിലേക്ക്, നാട്ടുവഴി റോഡിലേക്ക് കയറുമ്പോൾ പോലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം എന്നാണ്. കാരണം ഇപ്പോഴുള്ള ജീവിതം സമാധാനമില്ലാത്തൊരു ജീവിതമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാതെ നിങ്ങളുടെ ജീവനെയും വാഹനത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,